ഹായ് 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 ഹായ്. ഇന്ന് മാർത്തോമസ് ലീഗയുടെ പെരുന്നാളാണ്. അപ്പൊ ഞാനും മേരിയമ്മാവയും കൂടി മാർത്തോമസ് ലീഗയുടെ ആശംസകൾ നേരാണ്. പറയൂ മാമേ, മാർത്തോമസ് ലീഗയുടെ ആശംസകൾ. മാർത്തോമാസ്ലിഗയുടെ ആശംസകൾ 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 ഏവർക്കും നേരുന്നു. പറയൂ മാമേ. ഏവർക്കും നേരുന്നു. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. എനിക്ക് പറയാൻ അത് ഈ പറഞ്ഞാൽ മതി, പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞാ മതിട്ടാ. ഓക്കെ, അത് ഞാൻ പറഞ്ഞാ മതി. പെരുന്നാളായിട്ട് മാമയ്ക്ക് എന്താ പറയാളെന്ന് ചോദിക്കാം. എന്താ പറയാളെ? തോമസിനെ പറ്റിട്ട് രണ്ടു വാക്ക് പറഞ്ഞാൽ. തോമാസിനെ ഞാൻ എനിക്ക് 14 വയസ്സുണ്ടായപ്പോ തോമാസ്ലിഗനെ പാലയൂർ പള്ളിയില് നടാടെ തോമാസ്ലിഗനെ കൂട്ടി വെച്ചിട്ടുണ്ട്. മാതാവിന് പാലൂർ പള്ളിയില് അമ്മാമ്മക്ക് 12 വയസ്സുള്ളപ്പോഴാണ് കുടി വെച്ചത് എന്നാ പറയണേ. ശരിക്കോ? അപ്പൊ അമ്മമ്മയുടെ ഇടവക പാലയൂരാ? എന്റെ അമ്മയുടെ വീട് എവിടെയാ? ആ, അമ്മമ്മയുടെ അമ്മയുടെ വീട് പാലയൂരാണ്. അപ്പൊ അവിടെ ഞങ്ങള് ചെറുപ്പകാലത്ത് കുറെ വണ്ടികളൊക്കെ വന്നു, കുറെ പോലീസുകാരും വണ്ടികളും പോലീസുകാരും അങ്ങനെ ഓരോ സംഭവങ്ങളും വന്ന് തോമസിനെ കുടി വെച്ചത് 12ാമത്തെ വയസ്സിലെ മാമ കണ്ടു കുടി വെക്കണത് പാലയൂര്. അല്ല, റഫീന്ത ലൂസി ഫ്രാൻസിസ് അതാ അവിടെയാണ്. ഒരു മാതാവിനെ ഇവിടെ കൂടി വെച്ചു. പാലൂർ പള്ളിയില് ജെസിന്റെ ലൂസി അവര് പ്രത്യക്ഷപ്പെട്ട മാതാവാണോ? അവർക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവിനെ കൂടി വെച്ചിട്ടുണ്ടെന്നാ പറയാ. അതും തോമാസിനെയും കൂടിയിട്ടാണ് പാലൂര് പള്ളിയിൽ കൊണ്ടുവച്ചെടുക്കുന്നത്. പാലൂര് പള്ളിയിൽ ആദ്യം കൊണ്ടുവന്ന് വെച്ചപ്പോ അമ്മാമ അത് കണ്ടുവന്ന് 12ാമത്തെ വയസ്സിലായിരുന്നു അമ്മാമ അത് കണ്ടത് അല്ലേ? 14 വയസ്സൊക്കെ ഇപ്പൊ 14ആയി. 12 പോയി 14ആയി. ഓർമ്മയില്ല. പക്ഷെ ആള് കണ്ടിട്ടുണ്ട് എന്നാണ് പറയണേ. അന്നാണ് പോലീസുകാരും ആൾക്കാരും വണ്ടികളൊക്കെ വന്നു. പോലീസുകാരും ആൾക്കാരും വണ്ടികളൊക്കെ വന്ന് വലിയ ആഘോഷമായിട്ടാണ് അന്ന് ജൂലൈ 3-ാം തീയതി. ജൂലൈ 3-ാം തീയതിയാണോ? അതൊന്നും ഓർമ്മില്ല. അന്ന് എന്റെ അമ്മയുടെ വീട് അത്. അപ്പൊ ഞങ്ങൾ അച്ഛന്റെ വീട്ടിലാണ് കൂടുതൽ ഭാഗം. അച്ഛന്റെ വീട്ടിലാണ് നിന്നിരുന്നത് കൂടുതൽ ഭാഗം. അപ്പൊ കണ്ടതാണ് അമ്മാമ തോമസിനെയും അന്ന് ജെസിന്റെ ലൂസി ഫ്രാൻസിസിനൊക്കെ പ്രത്യക്ഷപ്പെട്ട ആ മാതാവിനെ കൊണ്ടുവന്ന് വെച്ചു പാലയൂര്. അത് അമ്മാമ ചെറുപ്പത്തില് കണ്ടിട്ടുണ്ടത് അല്ലെ? അതല്ലേ പറഞ്ഞത്? അപ്പൊ തോമസിയുടെ വിശേഷങ്ങൾ ഇതാണ് അമ്മാമ പങ്കുവെച്ചത്. പിന്നെ തോമസിയുടെ വല്ല പാട്ടാ വല്ലത് അറിയോ? 2 വാക്ക് അറിയോ? തോമസിയുടെ ജൂലൈ 3-ാം തീയതി എന്താണ് അമ്മാമ ചെയ്യാറ്? ചോദിച്ചു നോക്കാം. ഇപ്പോഴത്തെ പോലെയാണോ പണ്ടെന്നും അറിയാലോ. ഇപ്പോഴത്തെ പോലെ വീട്ടിലെ ആഘോഷത്തോടു കൂടി ഉണ്ടാവും. വീട്ടില് എന്തൊക്കെ ഉണ്ടാവും? വീട്ടില് തേങ്ങ ഉണ്ടാവും. പിന്നെ മൂടുണ്ടാവുന്നത് എന്ത് സ്വഭാവമാണെന്ന് നോക്കിയേ. സാധാരണ വീട്ടിൽ എന്തുണ്ടാക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ സാധാരണ എന്താ ഉണ്ടാക്കുക? അതൊക്കെ തോമാശ്രീയുടെ പെരുന്നാളിന് ഫിലോനല്ല, അയ്യോ എന്താ പേര്, മേരി. മേരി മാമയുടെ വീട്ടിലുണ്ടാവും എന്നാണ് പറയുന്നേ. അച്ഛന്റെ വീട്ടിൽ പറഞ്ഞേ? അമ്മയുടെ വീട്ടിലുണ്ടാവും എന്നാണ് പറയണേ. അമ്മയുടെ വീട് കോട്ടപ്പടിയാണ്. അമ്മയുടെ അച്ഛന്റെ വീടാണ് പാലയൂര്. പാലയൂരിൽ നിന്നിട്ട് വളർന്നതൊക്കെ അപ്പൊ പഠിച്ചതും വളർന്നതും പഠിച്ചത് തിരുവനന്തപുരം. ഓ, ഞാനന്ന് പോയി വിഷുവിന് പോയ സ്ഥലം അവിടെ പഠിച്ചത്. തിരുവനന്തപുരം സ്കൂളിൽ പഠിച്ചത്. കുർബാനയായിക്കൊണ്ട് പാലൂരാ. പാലൂര് പള്ളിയില് കുർബാനയായിക്കൊണ്ട ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അമ്മാമയ്ക്ക് 85 വയസ്സായി അല്ലേ? 85 വയസ്സായി. ഇപ്പോഴും പാലൂര് പള്ളിയില് ആദ്യമായി ഈശോയെ സ്വീകരിച്ച രംഗം മനസ്സിലുണ്ട്. അതാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. പിന്നെ എന്താ പറയുന്നത്? അവിടെ എന്റെ അപ്പന്റെ ആൾക്കാര് ഒരാൾ അച്ഛനുണ്ട്, പള്ളിയിലത്തെ അച്ഛൻ സണ്ണീന്ന് വരായിട്ട് വേദേശം പഠിപ്പിച്ചിട്ട് അവൻ പാലൂര് പള്ളിയിലേക്ക് കുർബാനായി കൊള്ളാൻ പോയിട്ട് അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് ഉണ്ടായിട്ട്. അങ്ങനെ അവിടെ വേദേശം പഠിപ്പിച്ചു
എന്ന്. സണ്ണി എന്ന് പറയുന്ന ഒരു ഫാദർ അമ്മാമ്മയുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലേ? ചെവിട് കുറച്ച് പതാപ്പവൻ അങ്ങനെ ഓരോ വേലക്ക് നടക്കും. അങ്ങനെ ഓരോ വേലക്ക് നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തോമസിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഒന്നുകൂടി ആശംസ പറഞ്ഞു എല്ലാവർക്കും. കളിയാക്കാൻ തന്നെ കളിയാക്കാനാണ്. ഒന്നുകൂടി ആശംസ പറയേ. ആശംസകൾ. ആശംസകൾ. ഞാൻ വളരെ പരിചിതാത്താണ്, പെട്ടെന്ന് നല്ലോണം തിരിയില്ല. ആശംസകൾ. ആശംസകൾ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ആശംസകൾ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പറയും വീഡിയോ അമ്മാമ്മ പറഞ്ഞ വീഡിയോ ഇഷ്ടായോ? പറയും. ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായോ? പിന്നെന്താ പറയണേ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് പറയേ. അതൊരു വലിയ കാര്യല്ലേ? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇല്ലാതെ എന്ത് കാര്യം പറയുന്നേ? അതുകൂടി പറയേ. ഇത് കുപ്പായം പറ്റിക്കാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അത് കുപ്പായൊക്കെ പുറത്തേക്ക് കാണാണ്ട് എവിടെയാ